+2 പരീക്ഷ എഴുതി കഴിഞ്ഞു. ഇനി ഏത് ഡിഗ്രി എടുക്കണമെന്നറിയില്ല. അനുയോജ്യമായ ഒരു ഡിഗ്രി കോഴ്സ് റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ അറിയാൻ പറ്റിയാൽ എങ്ങനെയിരിക്കും? അതെ, ബാസ് സ്റ്റഡി സെന്റർ നടത്തുന്ന സൗജന്യ ഡിഗ്രി ഫൗണ്ടേഷൻ കോഴ്സുകളിലൂടെ നിങ്ങൾക്കും അനുയോജ്യമായ ഒരു ഡിഗ്രി തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ അഭിരുചി ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ കണ്ടെത്തി എല്ലാ ഡിഗ്രി കോഴ്സുകളെ കുറിച്ചും കൂടുതൽ അറിഞ്ഞും നിങ്ങളുടെ കൺഫ്യൂഷൻ തീർക്കാം. അപ്പൊ സമയം കളയണ്ട, ഇപ്പൊ തന്നെ ഡിഗ്രി ഫൗണ്ടേഷൻ സൗജന്യ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യും. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമിസ്റ്റർ എക്സാമിന്റെ പരീക്ഷ രജിസ്ട്രേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജൂലൈയിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന്റെ എക്സാം രജിസ്ട്രേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ എക്സാം രജിസ്ട്രേഷൻ ഏത് ടൈമിനുള്ളിൽ വരെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. +2 കഴിഞ്ഞ് ഏത് ഡിഗ്രി എടുക്കണമെന്ന് കൺഫ്യൂഷനുള്ള സ്റ്റുഡന്റ് ആണോ നിങ്ങൾ? എങ്കിൽ ഇനി ടെൻഷൻ ആവേണ്ട. ബാസിന്റെ ഡി ഫൗണ്ടേഷൻ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇൻടേക്ക് 6 ജൂലൈയിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസിന്റെ പരീക്ഷ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 12/6/2026 വരെയാണ് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അതായത് ജൂൺ 12-ാം തീയതി വരെ നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ജൂൺ 12-ാം തീയതിക്ക് ശേഷം, അതായത് വിത്ത് ഫൈനോടുകൂടി, അതായത് 1010 രൂപ ഫൈനോട് കൂടിയിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഈ ഒരു ഡേറ്റും കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്നത് സൂപ്പർ ഫൈനോട് കൂടിയുള്ള രജിസ്ട്രേഷന്റെ ടൈമാണ്. അതായത് 18/6/2026 വരെ നിങ്ങൾക്ക് സൂപ്പർ ഫൈനോട് കൂടിയിട്ടും രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഈ ഒരു സൂപ്പർ ഫൈൻ എന്ന് പറയുന്നത് 1325 രൂപയാണ്. അപ്പൊ ഈ സൂപ്പർ ഫൈനും ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് എക്സാം രജിസ്ട്രേഷൻ 12-ാം തീയതിക്കുള്ളിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം എല്ലാവരും കൃത്യമായിട്ട് തന്നെ രജിസ്ട്രേഷനും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുക. ലാസ്റ്റ് ടൈമിലേക്ക് നിൽക്കരുത്. കാരണം നമുക്ക് സൈറ്റ് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പെൻഡിങ് ആയി നിൽക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കൃത്യസമയത്തിനുള്ളിൽ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ഫീസും കാര്യങ്ങളൊക്കെ കൃത്യമായി അടച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റി പറയുന്ന ടൈം അനുസരിച്ച് മാത്രമേ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് തന്നെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പം ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ ആവേണ്ടതില്ല. നിങ്ങളുടെ കംപ്ലീറ്റ് ഈ സർവീസ് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി അതല്ല, പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് തന്നെ കൃത്യസമയത്തിനുള്ളിൽ തന്നെ യൂണിവേഴ്സിറ്റി പറയുന്ന ടൈമിനുള്ളിൽ തന്നെ രജിസ്ട്രേഷനും കാര്യങ്ങളും കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. എക്സാംസ് ഒക്കെ അതുപോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്